നമസ്കാരം. ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സ്നേഹഭവനം പദ്ധതിയുടെ 9ാമത് ഭവനം പുതുവത്സര ദിനത്തിൽ കൈമാറി. കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കൊല്ലം കേരളപുരം വേലാങ്കോണം മാപ്പിളപ്പടിക്കലിൽ അർഹയായ കുടുംബത്തിന് സ്നേഹഭവനം പദ്ധതിയുടെ 9ാമത് ഭവനത്തിൻ്റെ താക്കോൽദാന കർമ്മം പുതുവത്സര ദിനത്തിൽ കൊല്ലം MP NK പ്രേമചന്ദ്രൻ കൈമാറി. സമിതി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം ജില്ലാ പ്രസിഡന്റ് പ്രതീഷ് S ശശിധരൻ സ്വാഗതം ആശംസിച്ചു. സമിതി സംസ്ഥാന ട്രഷറർ ജോൺ വർഗീസ് പുത്തൻപുര സംഘടനാ വിശദീകരണം നടത്തി. മനുഷ്യൻ്റെ ന്യായമായ ഏതൊരാവശ്യവും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി ഏറെ മുന്നിലാണെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് കൊല്ലം MP NK പ്രേമചന്ദ്രൻ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാം, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സമിതി പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ, അതുപോലെ തന്നെ പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ളവർക്ക് ചികിത്സാ ധനസഹായം നൽകാൻ ഭവന നിർമ്മാണ പദ്ധതി, വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, ഭക്ഷ്യധാന്യ വിതരണം ഉൾപ്പെടെയുള്ള നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളിൽ ഒന്നായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി. സംസ്ഥാന വനിതാ കമ്മീഷന്റെ മുൻ അംഗവും പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റിന്റെ ചെയർപേഴ്സൺ കൂടിയായ, എനിക്ക് മുമ്പ് നിങ്ങളെ അഭിസംബോധന ചെയ്ത ശ്രീമതി ഷാഹിദ കമാൽ ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് സ്വാർത്ഥപരമായ ലാഭത്തെ മുൻനിർത്തിക്കൊണ്ടാണ് പലപ്പോഴും നിർവഹിക്കപ്പെടാറുള്ളത്. കാരണം സമാഹരിക്കുന്ന തുകയുടെ നല്ലൊരളവും പരസ്യത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ചെലവഴിക്കുകയും ഗുണഭോക്താക്കൾക്ക് നാമമാത്രമായിട്ടുള്ള ജീവകാരുണ്യ വേതനം അല്ലെങ്കിൽ സേവനം നൽകുകയും ചെയ്യുക എന്ന സമീപനമാണ് പൊതുവെ സ്വീകരിക്കുന്നതെങ്കിൽ, കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി അതിൽ നിന്ന് തികച്ചും വിഭിന്നമായ നിലപാടാണ് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്നത്. ഞാൻ തന്നെ പങ്കെടുത്തിട്ടുള്ള 1 ഡസനിലധികം പരിപാടികൾ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ പ്രത്യേകിച്ചും ശ്രീ ഐത്തിൽ അൻസറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ, ഇവിടെ നേരത്തെ ഷാഹിദ കമാൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു, തന്റെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങളുടെ കുടുംബ പശ്ചാത്തലവും കുടുംബ സാഹചര്യങ്ങളും ഇല്ലാതിരിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണ സമൂഹത്തിൽപ്പെട്ടവർക്ക് നിരവധിയായ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ടാണ് ജീവകാരുണ്യ രംഗത്ത് മാതൃകയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ഭവനത്തിൻ്റെ താക്കോൽദാന കർമ്മം ചടങ്ങിൽ നിരവധി വിശിഷ്ട വ്യക്തികളും പങ്കെടുത്തു. മുൻ വനിതാ കമ്മീഷൻ അംഗവും പത്തനാപുരം ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സണുമായ ഡോക്ടർ ഷാഹിദ കമാൽ മുഖ്യപ്രഭാഷണം നടത്തി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രമുഖരെ കുണ്ടറ MLA PC വിഷ്ണുനാഥ് ആദരവ് നൽകി. മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ 9ാമത് ഭവനത്തിൻ്റെ സ്നേഹഭവനത്തിൻ്റെ താക്കോൽദാനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. വളരെ മനോഹരമായി നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിന് ഇങ്ങനൊരു ഭവനം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കിയ കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി അതിൻ്റെ പ്രസിഡന്റ് പ്രിയങ്കരനായ ഡോക്ടർ ഐത്തിൽ അൻസറിനെയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരെയും ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഭവനം എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ്. ഗവൺമെൻറ്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ ആളുകൾക്ക് ഭവനം നൽകാൻ വേണ്ടി പരിശ്രമിക്കുന്നെങ്കിൽ പോലും അതൊക്കെ എല്ലാവരിലേക്കും എത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ മുമ്പിൽ തന്നെ രാവിലെ ഞാൻ MLA എൻ്റെ ഓഫീസിൽ വന്നിരുന്നാൽ ചുരുങ്ങിയത് ഒരു 3-4 പേരെങ്കിലും ഒരു ദിവസം, ഇന്നും വന്നു 3-4 പേര് ഭവനത്തിൻ്റെ ആവശ്യമായിട്ട് വരുന്നവരുണ്ട്. അതിലേറ്റവും പ്രയാസമുള്ളത്, ചിലരോടൊക്കെ നമ്മൾ ചോദിക്കും, നമുക്ക് സ്വന്തമായിട്ട് വസ്തു ഉണ്ടോ? കാരണം വസ്തു ഉണ്ടെങ്കിൽ ഭവനം നൽകാൻ തയ്യാറാകുന്ന ഒരുപാട് സാമൂഹിക സാംസ്കാരിക സന്നദ്ധ സംഘടനകളുണ്ടാകും. എന്നാൽ വസ്തു ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വലിയ പ്രയാസമാണ്. അവർക്കൊരു വീട്, അതിനുള്ള ആളുകളെ സംഘടിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്ന വലിയ പ്രയാസം അനുഭവിക്കുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് മനുഷ്യാവകാശ സംരക്ഷണ സമിതി പോലെയുള്ള സംഘടനകൾ
അവിടെ അവിടെയെല്ലാം കൃത്യമായ ഇടപെടലുകൾ നടത്തുക എന്നത് ഈ സംഘടനയുടെ ലക്ഷ്യമാണ് എന്ന് പറയുകയുണ്ടായി. ഭക്ഷ്യധാന്യ കിറ്റുകളുടെയും ജൈവ പച്ചക്കറി തൈകളുടെയും വിത്തുകളുടെയും കുട്ടികളുടെ പഠനോപകരണങ്ങളുടെ വിതരണ ഉദ്ഘാടനവും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് നൌഷാദ് യൂനുസ്, കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷേർലി സത്യദേവൻ, നെടുമ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന നാസ്മുദ്ദീൻ ലബ്ബ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ കുളപ്പാടം എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. 2026 കലണ്ടർ പ്രകാശനവും തുടർന്ന് സമിതി അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും കലണ്ടർ വിതരണവും ചെയ്തു. വിശിഷ്ട അതിഥികളെ ചടങ്ങിൽ ആദരിച്ചു. പരിപാടിയിൽ കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ സജീവ് എഫ്, സമിതി സംസ്ഥാന രക്ഷാധികാരിയും ലാലാസ് കൺവെൻഷൻ സെൻറ്റർ മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എൻ വിനോദ് ലാൽ, കരുതൽ അക്കാദമി ഡയറക്ടറും വി കെയർ പാലിയേറ്റീവ് കൊല്ലം മാനേജിംഗ് ട്രസ്റ്റിയുമായ ജോർജ് എഫ് സേവ്യർ വലിയവീട്, ബെറ്റ്സി എഡിസൺ, ജോയ് ആലൂക്കാസ് ഫൗണ്ടേഷൻ കൊല്ലം മാനേജർ ടി എം അരുൺകുമാർ, PRO വിശ്വേശ്വരൻ പിള്ള, സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജീവൻ, സമിതി വനിതാ വിംഗ് രക്ഷാധികാരി ഷാഹിദ ലിയാഖത്ത്, സംസ്ഥാന സെക്രട്ടറിമാരായ കൊല്ലം സുഗു, കെന്നത്ത് ഗോമസ് എന്നിവർ സംസാരിച്ചു. സമിതി സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ഷിബു റാവുത്തർ നന്ദി പറഞ്ഞു. പരിപാടിക്ക് സമിതി ഭാരവാഹികളായ നജുമ ഷാനവാസ്, ഡോക്ടർ ഷിബു ഭാസ്കർ, സജിത SS, പ്രീതി മങ്ങാട്, മാത്യു, നിയാസ് കോയ, സജി ലൂക്കോസ്, അൻവർ വൈ, T തോമസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, കൊല്ലം.